ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ 2025 വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനാണ്. ഏതാണ്? അതായത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ 2025 ഉറപ്പായും വരുന്നതായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ഇതിനു മുമ്പുള്ള നോട്ടിഫിക്കേഷൻ വന്നത് 2022 ഓക്കെ. 2022 നോട്ടിഫിക്കേഷൻ വന്നു. 23 നമുക്ക് എക്സാം കഴിഞ്ഞു. 24 റാങ്ക് ലിസ്റ്റും വന്നു. അപ്പോൾ എന്തിനാണ് ഈ ഒരു എക്സാം കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു? റീസൺ എന്താണ്? അതായത് നമുക്ക് ഒരു ഇയറേ ആയിട്ടുള്ളൂ എന്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. പക്ഷേ ഈ ഒരു ഇയറിൽ തന്നെ നമുക്ക് എന്ത് ലഭിച്ചു എന്നറിയാമോ? ഓൾമോസ്റ്റ് നിയമനങ്ങൾ സാധ്യമായി. അങ്ങനെയുള്ളതിനല്ലേ നമ്മൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. നമ്മൾ ലിസ്റ്റിൽ വന്നു എങ്കിൽ ഉറപ്പായും ജോലിയിൽ കയറാൻ പറ്റും എന്ന തരത്തിലുള്ള ഒരു എക്സാം ആണ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ നമ്മൾ എല്ലാവരും എന്താണ് ചെയ്യുന്നത്? ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്, ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പലരും ലിസ്റ്റിൽ വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് എക്സ്പയർ ആവുമ്പോഴത്തേനും അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തില് നമ്മൾ പഠിച്ചു, നമ്മൾ ലിസ്റ്റിൽ കയറിയാൽ നമുക്ക് ഉറപ്പായും നിയമനം ലഭിക്കും എന്നുള്ള ഒരു എക്സാം ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം കഴിഞ്ഞ ലിസ്റ്റിൽ തന്നെ നമുക്ക് 2024 വന്ന റാങ്ക് ലിസ്റ്റിൽ 25 ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നിയമനങ്ങൾ നടന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത് അല്ലേ? നമ്മളൊന്ന് കയറി പറ്റിയാൽ ഉറപ്പാണ് എനിക്ക് ജോലി കിട്ടും. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, ടൈം എടുത്ത് നമ്മൾ അതിന് ഇറങ്ങിത്തിരിക്കണം. ജോലി ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ 2025 കണക്കുകൾ പ്രകാരം നമുക്ക് 2025 ഏകദേശം ഡിസംബറിന് മുമ്പായിട്ട് തന്നെ എന്ത് പ്രതീക്ഷിക്കാം? നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 26 ആവുമ്പോഴേക്കും നമുക്ക് എന്താണ് പ്രിലിംസും മെയിൻസും ഏകദേശം മെയില്, അതുപോലെ തന്നെ മെയിൻസ് സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ദെൻ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒരു 27 ആവുമ്പോഴത്തേനും എന്ത് ചെയ്യും? വരും. അപ്പോൾ നമുക്ക് ഒരു 2 അല്ലെങ്കിൽ ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നു, അടുത്ത വർഷം എക്സാം വന്നു, അതിന്റെ അടുത്ത വർഷം 27 എന്ത് വന്നത്? നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി നമുക്ക് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യാതെ, അതായത് സാധാരണഗതിയിലുള്ള എക്സാമുകളെ അപേക്ഷിച്ച് വലുതായിട്ട് ഇങ്ങനെ ഈ 3 വർഷവും നീട്ടിപ്പോകാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ജോലിയിലേക്ക് പ്രവേശിക്കാനും പറ്റും. അപ്പോ വളരെ ശ്രദ്ധയോടുകൂടി ടൈം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ലിസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉൾപ്പെടാനായിട്ട് കഴിയും. അതിനെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഉറപ്പായും അറിയാം ഈ ഒരു വർഷം നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിൽക്കരുത്. കാര്യം ഇത്തരത്തിൽ ജോലി ഉറപ്പായ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. പഠിക്കാൻ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുപോലെ ഒരാളായി നമ്മളും ഇരിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുൻകൂട്ടി പഠിച്ചു തുടങ്ങണം. നമുക്ക് ഉറപ്പായ ഒരു എക്സാം വരും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനാണ് നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കാൻ പോകുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അങ്ങനെയല്ലേ വേണ്ടത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഈ 2025 ഡിസംബർ അല്ല, 2025 ഈ പറയുന്ന നിമിഷം മുതൽ പഠിച്ചു തുടങ്ങാം. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടും. ഉറപ്പായും നമുക്കും ജോലി കിട്ടും അല്ലേ? അപ്പോ വളരെ തീവ്രമായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ നന്നായി ഡെഡിക്കേറ്റഡ് ആയി പഠിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടേതായ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് പറ്റും. ഇനി ഇത് എത്തരത്തിലാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇപ്പോൾ ഞങ്ങളോടൊത്ത് നിങ്ങൾക്ക് പഠിക്കാൻ, AZBയോടൊത്ത് നിങ്ങൾക്ക് പഠിക്കാനാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? നമ്മളോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ നമ്മുടെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് എപ്പോഴും സിലബസ് റിലേറ്റഡ് ആയിരിക്കും. അത് വാരി വലിച്ച് പഠിക്കുന്നതിൽ ഒരു കാര്യമില്ല. എവിടുന്നാണ് ചോദിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഐഡിയയും ധാരണയോടും കൂടി തന്നെ പഠിക്കുക. ആൻഡ് ദെൻ അതുപോലെ തന്നെ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഒരുപാട് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കും എന്ത് ചെയ്യണം? ഒരു റെഗുലർ ആയിട്ട് ഒരു ടൈം പീരീഡിൽ അവർക്ക് ചിലപ്പോൾ ലൈവ് സെഷൻസിൽ ഇരിക്കാൻ പറ്റണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റെക്കോർഡഡ് സെഷൻസ് കാണാവുന്നതാണ്. ആൻഡ് ദെൻ ആഫ്റ്റർ റെക്കോർഡഡ് സെഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടോ ക്ലിയറൻസോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും മെന്ററെ കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യാവുന്നതാണ്? ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്.
ആൻഡ് ദെൻ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളുണ്ട്. എക്സാംസിന് എല്ലാം തന്നെ എന്തുണ്ട്, ഒരു വീക്ക്ലി നമ്മൾ വിലയിരുത്തുകയാണ്. എന്താണ് എനിക്ക് അറിയാവുന്നത്, എന്താണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്, അത് വിലയിരുത്തുക. അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു പാറ്റേൺ ഒന്നുകൂടി എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ. ആൻഡ് ദെൻ PYQ പ്രാക്ടീസ്. എപ്പോഴും നമ്മൾ പറയുന്നതാണ്, നമ്മൾ എന്താണ് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി വരും എന്നുള്ളതല്ല. എങ്ങനെയായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട്, അതായത് അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സിൽ കിടക്കുന്ന ബാക്കിയുള്ള ഓപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും ഇനിയും PSCയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം നടത്തുക. ആൻഡ് ദെൻ മെന്റർഷിപ്പ് സപ്പോർട്ട് ആൻഡ് ദെൻ സ്പെഷ്യൽ റിവിഷൻ സെഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്ന് റിവിഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യും, നമ്മൾ പറയും കമ്പൈൻ സ്റ്റഡി. യെസ്, ദിസ് ഇസ് ടൈപ്പ് ഓഫ് കമ്പൈൻ സ്റ്റഡി അല്ലേ. റിവിഷൻ സെഷൻസ് അവൈലബിൾ ആണ് ആൻഡ് ദെൻ മോട്ടിവേഷൻ സെഷൻസ് അവൈലബിൾ ആണ്. ഇവയെല്ലാം ചേർന്ന ഒരു എന്താണ്, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും AZB അക്കാഡമിയോടൊത്ത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാവുന്നതാണ്. ആൻഡ് ദെൻ മോർ ഡീറ്റെയിൽസിന് അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, ഉറപ്പായിട്ടും ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത്. ഇതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ 3 വർഷം കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ വർഷങ്ങൾ കളയാൻ നമുക്ക് മുന്നിലില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, കിട്ടുന്ന അവസരങ്ങളെ, ഏറ്റവും പ്രയോജനകരമായ അവസരങ്ങളെ വേണ്ട വിധം നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ദെൻ എന്ത് ചെയ്യുക, ലൈഫിൽ പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവാൻ പറ്റട്ടെ. എല്ലാവർക്കും ഒരു സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.